വയനാട്ടിലെ ആ പഴയ തറവാടിന്റെ ഉമ്മറത്ത് വിനയ് പുറത്തെ പെരുമഴയിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. വൈദ്യുതി പോയിട്ട് 2 ദിവസമായി. ആകെ ഒരു മെഴുകുതിരി വെട്ടം മാത്രം. പുറത്ത് മഴയുടെ ഇരമ്പൽ അല്ലാതെ മറ്റൊരു ശബ്ദവുമില്ല. പെട്ടെന്ന് ആ ശബ്ദം അവൻ കേട്ടു. മഴയുടെ ഇരമ്പലിനിടയിൽ വളരെ നേർത്ത ഒരു മൂളൽ. അത് കാറ്റാണോ അതോ വല്ല വന്യമൃഗവുമാണോ എന്ന് അവൻ സംശയിച്ചു. ദാസേട്ടാ, വിനയ് ഇരുട്ടിലേക്ക് നോക്കി വിളിച്ചു. മുറ്റത്തെ വലിയ പ്ലാവിലകൾക്കിടയിലൂടെ ഒരാൾ സാവധാനം നടന്നു വരുന്നത് അവൻ കണ്ടു. അത് ദാസേട്ടനായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന്റെ നടത്തത്തിന് ഒരു പ്രത്യേകതയുണ്ട്. കാലുകൾ നിലത്ത് ഉരസിയാണ് നടക്കുന്നത്. ദാസേട്ടാ, ഈ മഴയത്ത് എവിടെ പോയതാ? അകത്തേക്ക് വരൂ. വിനയ് കയ്യിലിരുന്ന ടോർച്ച് തെളിച്ചു. ടോർച്ച് വെട്ടം ദാസേട്ടന്റെ മുഖത്ത് പതിച്ചതും വിനയ് ഞെട്ടിപ്പോയി. ദാസേട്ടന്റെ കണ്ണുകൾ പാൽ പോലെ വെളുത്തിരിക്കുന്നു. മുറിവേറ്റ കഴുത്തിൽ നിന്ന് കറുത്ത നിറത്തിലുള്ള ദ്രാവകം ഒലിച്ചിറങ്ങുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വായ പകുതി തുറന്നിരിക്കുകയാണ്. അതിൽ നിന്നും ആ ഭയാനകമായ മൂളൽ പുറത്തുവരുന്നു. ഭാഗം 2 ഉടൻ വരുന്നു. കാണാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.